നമ്മുടെ മഡ് ക്രാബിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമാണ് സലൈൻ വാട്ടറിൻ്റെ ക്വാളിറ്റിയും പാരാമീറ്റേഴ്സും കറക്റ്റായിട്ട് ഇരിക്കുക എന്നുള്ളത്. ഇതിൽ വെള്ളത്തിൻ്റെ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് കിറ്റുകളാണ് ഞാൻ നിങ്ങളിന്ന് കാണിക്കാൻ പോണത്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ലടാ, ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡുകളെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സലൈനിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ റിഫ്രാക്ടോമീറ്റർ ആണ്. ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ അറ്റത്ത് ലിഡ് തുറന്നിട്ട് നമ്മൾ 3-4 ഡ്രോപ്പ് സലൈൻ വാട്ടർ ഒഴിക്കും. എന്നിട്ട് ഇതിൻ്റെ നേരെ അപ്പുറത്തുള്ള ഭാഗത്ത് സ്കോപ്പിൽ കൂടി നോക്കിയാണ് ഇതിൻ്റെ സലൈനിറ്റി നമ്മൾ ചെക്ക് ചെയ്യണത്. അടുത്തതായിട്ട് നമ്മൾ മെയിൻ നോക്കേണ്ടതാണ് അമോണിയ. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് API എന്നൊരു കമ്പനിയുടെ സോൾട്ട് വാട്ടർ മാസ്റ്റർ കിറ്റാണ് യൂസ് ചെയ്യുന്നത്. അമോണിയ റേഞ്ച് എപ്പോഴും നമ്മൾ 0 ppm കീപ്പ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. അടുത്തായിട്ട് ചെക്ക് ചെയ്യണത് നൈട്രൈറ്റ് ആണ്, NO2. അതും 0 ppm തന്നെ കീപ്പ് ചെയ്യണം. ഈ കാണാണ് നൈട്രൈറ്റ് NO3. ഇത് ഞാൻ കീപ്പ് ചെയ്യണത് 0 തുടങ്ങി 40 ppm ഇടയിലാണ്. നൈട്രേറ്റ് അമോണിയനെയും നൈട്രൈറ്റിനെയും അപേക്ഷിച്ച് ഡേഞ്ചറസ് അല്ലെങ്കിലും ഇപ്പോഴും നമ്മൾ 40 ppm താഴെ എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് pH. ഇത് നമ്മൾ ഡെയിലി മോണിറ്റർ ചെയ്യാൻ ഏറ്റവും നല്ലത്. ഞാൻ pH മെയിൻറ്റെയിൻ ചെയ്യുന്നത് 8-ന് 8.4 ഇടയിലാണ്. ഇതുവഴി ക്രാബിന്റെ ഹെൽത്തിനും നമ്മുടെ സിസ്റ്റത്തിലുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയയുടെ ഗ്രോത്തിനും ഇത് നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ JBL എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ KH ടെസ്റ്റ് ചെയ്യണ കിറ്റാണ്. നമ്മുടെ pH പോലെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് KH. നമ്മുടെ മഡ് ക്രാബിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മിനറൽസിൽ ഒന്നാണ് കാൽസ്യം, മഗ്നീഷ്യം. ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് കിറ്റുകളാണ് സെൽഫേർട്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ടെസ്റ്റ് കിറ്റുകളാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യണത്. ഇതിന്റെ റേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സലൈനിറ്റിക്ക് അനുസരിച്ച് മാറും. അതനുസരിച്ച് നമുക്ക് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഞാനൊരു 1:3 എന്നുള്ള ഒരു റേഷ്യോയിലാണ് ഇതെപ്പോഴും കൊടുക്കാറ്.